ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നാണ്. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ രണ്ട് യുദ്ധങ്ങൾ നടക്കുകയാണ്. ഒന്ന് റഷ്യയും യുക്രൈനും തമ്മിൽ, അതോടൊപ്പം തന്നെ ഗാസയിൽ നടക്കുന്ന ഹമാസും ഇസ്രയേലും തമ്മിൽ. അങ്ങനെ ഒരു യുദ്ധം ലോകം ആഗ്രഹിക്കുന്നില്ലല്ലോ. ആ ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാക് രണ്ട് ന്യൂക്ലിയർ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആണവ ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധം നടക്കാൻ പോകുന്നു എന്നിങ്ങനെ ആശങ്കപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇന്ത്യയിലെ ചില പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നതനുസരിച്ചും അത് അറബിക്കടലിൽ പോയിട്ട് മിസൈൽ ടെസ്റ്റ് ചെയ്യുന്നു, ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മറ്റൊരു ടെസ്റ്റ് നടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കപ്പലുകൾ INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള കപ്പലുകളെല്ലാം നിരന്ന് നിൽക്കുന്നു. അത് നേവി തന്നെ അതിൻ്റെ ഫോട്ടോ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനും അതുപോലെ സമാനമായ രീതിയിൽ മിസൈൽ വിക്ഷേപിക്കുന്നതിൻ്റെ ബനാവൽ ഭൂട്ടോ എന്ന് പറയുന്ന വിവരദോഷി താങ്കൾ സിന്ധുവിലെ വെള്ളം തന്നില്ലെങ്കിൽ അതിലൂടെ രക്തമൊഴുക്കി കളയുമെന്നുള്ള പടുവിഡ്ഢിതം പറയുകയും അല്ല, അദ്ദേഹത്തിന് പിറ്റേ ദിവസം തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അതെന്താ? ഒരു ഡാം തുറന്നു വിട്ട് വെള്ളം മുഴുവൻ മറുപടി. അപ്പം അത് പ്രക്രിയയായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ക്രിയയിൽ കൂടി കൊടുത്തിട്ടുണ്ട്, ക്രിയാംശമായിട്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു യുദ്ധം വരികയാണെങ്കിൽ പിന്നെ പാകിസ്ഥാൻ ഉണ്ടാവില്ല. ഇന്ത്യയുടെ ഒരു ഏറ്റുമുട്ടൽ നടത്തിയ പിന്നെ പാകിസ്ഥാൻ്റെ പൊടി പോലും കാണുകയില്ല. പിന്നെ ഇവിടെ അവർ ന്യൂക്ലിയർ ബോംബ് എവിടെയാണ് പൊക്കിക്കൊണ്ട് വരുന്നത്? അതിന് ആൾ വേണ്ടേ? അതിന് വിമാനം വേണ്ടേ? ഒന്നും ഉണ്ടാവില്ല. തകർന്ന് തരിപ്പടമാവും. പിന്നെ ഉണ്ട് ചൈനയുടെയൊക്കെ പ്രതികരണം, ടർക്കിയുടെ പ്രതികരിക്കുമെന്ന്. ടർക്കിയൊക്കെ പ്രതികരിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് പൊടിയാക്കി കളഞ്ഞിരിക്കുന്നു. അന്ന് ബംഗ്ലാദേശ് യുദ്ധകാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ കടന്നതോടുകൂടി ഇന്ത്യയുടെ പതനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മാവോസെത്തും, ശക്തനായിട്ടുള്ള മാവോസെത്തും പറഞ്ഞത്. ഒന്നും വകവെച്ചില്ല നമ്മൾ. അതുപോലെ തന്നെ 7ാം കപ്പൽപ്പട വരുന്നു എന്ന് പറഞ്ഞു അമേരിക്ക. ഒന്നും വകവയ്ക്കാതെ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്താ? അതിനു മുമ്പ് റഷ്യയിലേക്ക് പോയിട്ട് അന്ന് സോവിയറ്റ് യൂണിയനുമായിട്ട് ബ്രഷ്നേവുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടു. US സമാധാന കരാർ എന്നാണ് അതിൻ്റെ പേര്. ആ സമാധാന കരാർ എന്ന് പറഞ്ഞാൽ അതത്ര സമാധാനമല്ല, സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു കരാറാണ്. ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു രാഷ്ട്രം യുദ്ധത്തിന് ഒരുമ്പെട്ടാൽ അവർക്കെതിരെ യുദ്ധം സോവിയറ്റ് യൂണിയൻ പ്രഖ്യാപിക്കും. അതാണ് ആ കരാറിൻ്റെ സ്പിരിറ്റ്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ പോയി, ആ കരാറിൻ്റെ റെലവൻസും പോയി എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കരാറിനൊന്നും മോദി പോകുന്നില്ല തൽക്കാലം. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ത്യ ലോകത്തിലെ നമ്പർ 3 മൂന്നാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ താഴേക്കിടയിലുള്ള ഒരു രാഷ്ട്രത്തിന് അതെനിക്ക് തോന്നുന്ന ഒരു 50നും താഴെ വരും രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ അങ്ങനെ ഒരു കരാറിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ല. അന്നുണ്ടായിരുന്നു, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, മോഡി ഈസ് എഗൻസ്റ്റ് വാർ. യുദ്ധത്തിനെതിരാണ് അദ്ദേഹം. അതാണ് അദ്ദേഹം പറഞ്ഞത്. യുക്രൈനിന് എത്തിയിട്ട് സെലൻസ്കിയോട് പറഞ്ഞു. ഇത് തന്നെ വ്ളാദിമിർ പുതിനോടും പറഞ്ഞു. ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ വാർ. അതാണ് അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം. അങ്ങനെ ഇന്ന് പറയുന്ന ഒരാൾ അങ്ങനെ പറയുന്ന മോദി തന്നെ ഒരു യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് തെറ്റായ ഒരു സന്ദേശം വാക്ക് പാലിക്കുന്ന ആളാണ് അദ്ദേഹം. വാക്ക് പാലിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു യുദ്ധം ഉണ്ടാവുകയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, മൻ കി ബാത്തിലും പറഞ്ഞു, അതിനു മുമ്പ് ബീഹാറിൽ പോയി വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിലും പറഞ്ഞു. എന്താ പറഞ്ഞത്? വി വിൽ ഫൈൻഡ് ഔട്ട് ദി ടെററിസ്റ്റ്. ആദ്യം ഫൈൻഡ് ഔട്ടിൻ്റെ ഘട്ടം ഇപ്പോൾ ഇന്നോടുകൂടി കഴിഞ്ഞു. ആളുകളെ ഏതാണ്ട് കണ്ടെത്തി കഴിഞ്ഞു. ത്രാലിലും ഒക്കെ ആയിട്ട് നേരത്തെ തന്നെ കണ്ടെത്തി, അതിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആൻഡ് ട്രേസ് ദം. ഇനിയുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, അവരെ പിന്തുടരും. ആൻഡ് പണിഷ് ദം. ശിക്ഷിക്കും. എങ്ങനെ? ബിയോണ്ട് ആൾ ദെയർ ഇമാജിനേഷൻ. അവർ ഭാവനയിൽ കാണുന്ന അങ്ങേയറ്റത്തെ ശിക്ഷ എന്താണോ അതിനും അപ്പുറമുള്ള ശിക്ഷ കൊടുക്കും. അതെന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ പറയാൻ മോദിക്ക് മാത്രമേ അറിയൂ. എന്തായാലും ഇപ്പോൾ ഭീകരരുമായിട്ട് ബന്ധമുള്ള കുടുംബങ്ങളെല്ലാം തകർത്തിട്ടുണ്ട്. കാശ്മീരിൽ പ്രയത്നം അതിൻ്റെ നടത്തിയിട്ടുണ്ട്. വീടുകളെല്ലാം തകർത്തു. ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ അവിടുത്തെ യോഗി ആദിത്യനാഥ് സർക്കാർ സ്വീകരിക്കുന്ന നടപടി തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നത്. വീടുകൾ മുഴുവൻ നിലംപരിശാക്കുക, അത് ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും അവിടെ ഒന്ന് താമസിച്ച് ഈ ഭീകരപ്രവർത്തനത്തിന് കഞ്ഞി വെച്ച് കൊടുക്കാനിടയാവരുത്. അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് ത്രാലിൽ തന്നെ ഈ ഭീകരരെയും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ്.
നമ്മളിങ്ങനെ റൂമേഴ്സ് പറയാൻ പാടില്ലെങ്കിലും എൻ്റെ ഒരു നിഗമനം ഇതാണ്. അതുകൊണ്ട് രാജ്യരക്ഷയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ലെങ്കിൽ അവരെ കുറേ നാൾ കാട്ടിനകത്ത് താമസിച്ചു, ഒരു വീട്ടിലും താമസിക്കാതെ, വിശ്വാസമില്ലാതെ. എല്ലാ വീടും പരിശോധിച്ച് കഴിഞ്ഞ് ഈ പട്ടാളക്കാർ കാത്തിരുന്നു, NIA കാത്തിരുന്നു. കാട്ടിനകത്തായിരുന്നു ഇവർ. കാട്ടിനകത്തുനിന്ന് വിശന്നു, 22-ന് മുടങ്ങിയത് 6 ദിവസമായിട്ട് പട്ടിണി കിടന്നപ്പോൾ സഹിക്കാൻ വയ്യ. ഏതോ വീട്ടിൽ ചെന്ന സമയത്ത് ഈ ഭീകരന്മാരെ പിടിച്ചിരിക്കുന്നു. ഇനി അവരെ ചോദ്യം ചെയ്യണം, തെളിവുകൾ ഹാജരാക്കണം, ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പാകിസ്ഥാനിലേക്ക് ആർക്കും കടക്കാൻ ഇതിനിടയ്ക്ക് സമയം കിട്ടിക്കാണില്ല. കാരണം ഇതോടുകൂടി ഇന്ത്യൻ അതിർത്തി മുഴുവൻ, വിമാനത്തിലൊന്നും അവർ പോവില്ലല്ലോ, ഉണ്ടെങ്കിൽ വെടിവെച്ച് തറയിലിടുമല്ലോ. അപ്പം നടന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിലോ പോകാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഒന്നാമത് പോകുന്ന ടെറൈനല്ല, ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രക്ഷപ്പെടലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ കാശ്മീരിൽ തന്നെ അവരെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, പിടികൂടിയിട്ടുമുണ്ട്. തെളിവുകളെല്ലാം ഹാജരാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ കാര്യങ്ങളും വെളിവാകും. പാകിസ്ഥാൻ്റെ തനി ഗുണം വെളിവാകുകയും ചെയ്യും. അതാണ് പാകിസ്ഥാൻ പേടിക്കുന്നത്. പക്ഷേ ഈ ചൈന ഉൾപ്പെടെയുള്ള, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പിന്തുണയുമായി പാകിസ്ഥാന്റെ സമീപത്തെത്തുകയാണ്. അങ്ങനെ പാകിസ്ഥാനെ ഇളക്കി വിട്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരു അടി കിട്ടണമെങ്കിൽ അടി കിട്ടട്ടെ എന്ന ചിന്ത വർഷങ്ങളായി തന്നെ പാകിസ്ഥാൻ ഉണ്ടല്ലോ. അതെ, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിയുമ്പോൾ, ആക്രമിച്ച് കഴിയുമ്പോൾ ചൈന ഉടനെ വന്ന് ഇടപെടാനൊന്നും പോകുന്നില്ല. ടർക്കി അങ്ങ് ദൂരെ ആയതുകൊണ്ട് ടർക്കിക്ക് അങ്ങനെ ഒരു മനസ്ഥിതി കാണും. ടർക്കിയാണിപ്പോൾ ചൈന എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കി നടത്തി ഒന്നാമതെത്താൻ നോക്കുകയാണ്. അമേരിക്കയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ളൊരു റൺ റേസിലാണ്, ഓട്ട മത്സരം. ഇപ്പോൾ ഏഷ്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നൽകുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ഒതുക്കുക എന്നത് അവർക്ക് വ്യാവസായികപരമായും സൈനികപരമായും വലിയ ലക്ഷ്യമാണല്ലോ. അല്ല, ഇന്ത്യ ഒതുക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ അത്രയും ആയുധങ്ങളും കൂടെ ചിലവാകും, അത്രയും പണം കൂടെ ചിലവാകും. അപ്പോൾ അതിൻ്റെ ഈ സാമ്പത്തിക വളർച്ച അത്രയും കുറയും. അതാണ് സംഭവിക്കുന്നത്. ഏതൊരു രാജ്യത്തിനും യുദ്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ ചിലവുള്ളതാണ്. അത്രയും സമ്പത്തും കൂടെ വെറുതെ പോകും, പാഴായി പോവുകയാണ് യുദ്ധത്തിന് പോകുമ്പോൾ. അല്ല, വേറെ പാകിസ്ഥാനെ സഹായിച്ചിട്ട് അവർക്ക് എന്താ നേട്ടം? പാകിസ്ഥാനിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് അവർക്ക് കിട്ടാനുണ്ടോ? ഒരു ചുക്കുമില്ലൊന്നും കൊടുക്കാം. കയ്യിൽ കാശുണ്ടായിട്ടുണ്ട്. വേൾഡ് ബാങ്കിൻ്റെ മുമ്പിൽ പിച്ചപ്പാളയുമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന് ചൈനയെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഒരു വിധത്തിലും. പിന്നെ അവിടെ വല്ല ധാതു നിക്ഷേപങ്ങളും ഉണ്ടോ? ഒന്നുമില്ല. അവിടെ ഉള്ളത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവാണ്. അതിനെ ഇപ്പോൾ ബലൂച്ചുകാർ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നയമാണല്ലോ യൂറോപ്പ് നടപ്പിലാക്കിയത്. ഈ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ റഷ്യയെ ഒതുക്കാനായി വലിയ രീതിയിൽ യുക്രൈന് പണം നൽകുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ത്യയെ ഒതുക്കാനായി അങ്ങനെ ഒരു പുറത്തു വന്നല്ലോ. റഷ്യയെ ഒതുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മിലിറ്റൻസിനെ ട്രെയിൻ ചെയ്യുന്ന ജോലി അവരെ ഏൽപ്പിച്ചിരുന്ന വിശ്വസ്തൻ പാകിസ്ഥാനായിരുന്നു. അതിപ്പോൾ പുറത്തു വന്നല്ലോ. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾ ഈ ഭീകരരെ അവിടെ ഞങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി, ബ്രിട്ടന് വേണ്ടി. ഇത് വലിയ പ്രശ്നമാകാൻ പോവുകയാണ്. ആ 2 രാജ്യങ്ങളും ഇങ്ങനെ മറ്റു രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി ഭീകരരെ പരിശീലിപ്പിക്കാൻ പാകിസ്ഥാനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ആ രാജ്യങ്ങളുടെ അന്തസ്സ് ലോക നിലവാരത്തിൽ വളരെ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനവരുടെ പ്രതിപക്ഷമുണ്ട്. ഡെമോക്രാറ്റിക് നേഷൻസാണ്. പ്രതിപക്ഷം വെറുതെ ഇരിക്കില്ല. അത് വലിയ ഇഷ്യൂ ആകാൻ പോവുകയാണത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഈ പ്രസ്താവന. ഒന്നുകിൽ അത് കള്ളമാണെന്ന് പറയണം, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. സംശയമൊന്നുമില്ല. വല്ലാത്തൊരു വെട്ടിലായിരിക്കുകയാണ് പാകിസ്ഥാൻ ആ കാര്യത്തിൽ. പിന്നെ നമുക്ക് ഇപ്പോൾ മോദിയുടെ, ഞാൻ മനസ്സിലാക്കുന്നു, യുദ്ധം ആൾറെഡി മോദി തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധമെന്ന് പറയുന്നത് നമ്മൾ ഈ തോക്കും പടക്കോപ്പുകളും കപ്പലും വിമാനവും ഉപയോഗിച്ചുള്ള യുദ്ധമല്ല, സിന്ധു നദിയാണ്. നമുക്ക് പറ്റിയ പല മണ്ടത്തരങ്ങളും അതിന് മുമ്പ് പറ്റിയിട്ടുണ്ട്. നെഹ്റു ഇന്ത്യക്ക് വേണ്ടി പറ്റിച്ച മണ്ടത്തരങ്ങൾ, ഹിതപരിശോധന ഉൾപ്പെടെ, പാകിസ്ഥാന് പൗണ്ടുകളായിട്ട് പണം കൊടുത്ത ഉൾപ്പെടെ പറ്റിയ മണ്ടത്തരങ്ങളെ എല്ലാം തിരുത്തിക്കൊണ്ട് സിന്ധു നദിയെ സംബന്ധിച്ചുള്ള കരാർ കെപ്റ്റ് ഇൻ അബേയൻസ് എന്ന് പറഞ്ഞാൽ മരവിപ്പിച്ചു. അത് പാകിസ്ഥാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. നമ്മൾ ബംഗ്ലാദേശ് വിമോചിപ്പിച്ച് എന്താ ഇപ്പോൾ സ്ഥിതി? ബംഗ്ലാദേശ് ഇപ്പോൾ നമുക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഇത് നമുക്കെതിരെ ഒരിക്കലും തിരിയത്തില്ല. സിന്ധു നദി, സൈന്ധവ സംസ്കാരം ആണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സൈന്ധവ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായിട്ടുള്ള സിന്ധു നദി ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചൊഴുകും. ഇന്ത്യയിലെ വരൾച്ച സുജലമായിട്ടുള്ള ഒരു ദേശമായിട്ട് മാറും. പാകിസ്ഥാൻ്റെ 70, ഈ സിന്ധു നദിയുടെ മൊത്തം ജലത്തിൻ്റെ 70% ഒഴുകുന്നത് ഈ കരാർ പ്രകാരം പാകിസ്ഥാനിലേക്കാണ്. നമുക്ക് വെറും 30%. എന്നിട്ടോ നമ്മൾ കോടിക്കണക്കിന് പവനാണ്
ഈ 30% എടുക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ കൊടുത്തത് നെഹ്റുവിൻ്റെ കാലത്ത്. എന്തൊരു വലിയ നഷ്ടമാണ് നമ്മൾ സഹിച്ചത്. ആ പാകിസ്ഥാനാണ് 3 യുദ്ധങ്ങളും ഇപ്പോൾ ആക്രമണങ്ങളും നടത്തി ഇന്ത്യയെ തളർത്താൻ ശ്രമിക്കുന്നത്, ഇന്ത്യയെ ബ്ലേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ കൊടുത്ത പാമ്പിന്, വിഷപ്പാമ്പിന് പാല് കൊടുത്ത് വളർത്തിയതുപോലെയാണ്. ആ സിന്ധു നദി ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. സിന്ധു നദിയിൽ നമ്മൾ ഉടൻ തന്നെ തടയണകൾ കെട്ടും, ടണൽ കെട്ടി ആ വെള്ളം ഇന്ത്യയിലേക്ക് തിരിച്ചുവിടും. സിന്ധു നദിയിൽ എത്ര വെള്ളം ഒഴുകുന്നെന്നോ അവിടെ എപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നൊന്നും പാകിസ്ഥാൻ അറിയില്ല. വെള്ളപ്പൊക്കം വന്നാൽ പാകിസ്ഥാനിലെ പല ഗ്രാമങ്ങളും ഒലിച്ചു പോകും, കൃഷിയിടങ്ങൾ ഒലിച്ചു പോകും. വെള്ളം കിട്ടാതെ പാകിസ്ഥാനിലെ 70% കൃഷി നശിക്കും. ഇപ്പോൾ തന്നെ കാശ് കൊടുത്താലും കിട്ടാത്ത ഒന്നാണ് ഗോതമ്പ്. അവിടെ ആട്ട എവിടെ? ആ ആട്ട കിട്ടാനേ ഇല്ലാതെ ആളുകൾ പട്ടിണിയിൽ കിടന്ന് പൊരുതും. ആർക്കെതിരെ? ഇന്ത്യക്കെതിരെയല്ല, അവരുടെ ഗവൺമെൻറ്റിനെതിരെ. ആ ഒരവസ്ഥ സൃഷ്ടിക്കുക. അതിൽ കൂടുതൽ വലിയൊരു നേട്ടമുണ്ടോ? ഈ ഭീകരവാദത്തിന് ചോരയൊഴുക്കുമെന്ന് പറയുന്നത് ഒന്ന് കാണട്ടെ. ചോരയൊഴുക്കുന്നത് സിന്ധു നദിയിൽ കൂടെ എന്ത് ചോരയാണ് ഒഴുക്കുന്നത്? അവരുടെ ചോര ഒഴുക്കും. ആര്? പാകിസ്ഥാനിലെ ജനങ്ങൾ, പാക് പഞ്ചാബിലെ ജനങ്ങൾ, പാക് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ, POK എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിലെ ജനങ്ങൾ. അതാണ് ഭരണാധികാരികൾക്ക് അവിടെ നിന്ന് പലതവണ പലായനം ചെയ്യേണ്ടി വന്ന പോലെ പലായനം ചെയ്തേണ്ടി വരും. ഒരുപക്ഷെ പട്ടാള ഭരണം വന്നേക്കാം. ആ പട്ടാള ഭരണത്തിനെതിരെയും ജനം തിരിയുന്ന ഒരു സ്ഥിതിയിലേക്ക്, രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ആ തരത്തിലാണ് സിന്ധു നദി കരാറിൻ്റെ ആ വില. അതാണ് ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഫ്ലോ ടുഗദർ എന്നുള്ളതാണ് ഇന്ത്യയുടെ. നിങ്ങൾ രക്തമൊഴുക്കിയ ഇന്ത്യയിൽ നിങ്ങൾക്കിനി അതുകൊണ്ട് വെള്ളം തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. ആ വലിയൊരു സന്ദേശം കൊടുത്തിരുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഈസ് ഇൻ പാനിക്. ഒരു യുദ്ധമുണ്ടാക്കുന്ന മുറിവിനേക്കാൾ വലിയ മുറിവാണോ ഈ കരാർ കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഉറി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള അണക്കെട്ട് കഴിഞ്ഞ ദിവസം ഒന്ന് തുറന്നോടുകൂടി പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും വെള്ളത്തിനടിയിലായി. വെള്ളപ്പൊക്കം ഉണ്ടായി, വരണ്ടുപോയി പാകിസ്ഥാൻ. അതിനും പരാപ്പെട്ടുകൊണ്ട് നടക്കുക. നമുക്കതിന് ബാധ്യതയില്ല. നമ്മൾ കരാറിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു, തുറന്നു വിടുന്നു എന്ന് പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. പിന്നെ പാകിസ്ഥാൻ ചെയ്ത വലിയൊരു മണ്ടത്തരം കൊണ്ടുണ്ട്. അവർക്ക് പറ്റിയ വലിയൊരു പാടിച്ച സിംല കരാർ റദ്ദാക്കി. സിംല കരാറിൽ നിന്ന് അവർ പിൻവാങ്ങി. ആർക്കാ പ്രയോജനം? സിംല കരാർ നമുക്ക് ഏത് നിമിഷവും പോയി അതിർത്തിയിലേക്ക് പോയി യുദ്ധം ചെയ്യുക. അതാണ് അതിർത്തി രേഖയില്ലിപ്പോൾ. ഏതാ ശക്തമായിട്ടുള്ള പട്ടാളം? എണ്ണത്തിൽ കൂടുതലുള്ള പട്ടാളമാരുടെ? നമ്മുടെയാണ്. ഒരു ടർക്കിക്കാരനും ഇവിടെ വരാൻ പോകുന്നില്ല, ഒരു ചൈനക്കാരനും വന്ന് മരിക്കാൻ പോകുന്നില്ല. ആ മണ്ടത്തരം കാണിക്കാൻ ആരും പോകുന്നില്ല. അപ്പോൾ അവിടെയും നമുക്ക് വൻ വിജയമാണ്. ഇന്ത്യക്ക് അങ്ങോട്ട് കയറാം, അടിച്ച് തന്നെ കയറാം. അത് ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ യുദ്ധം ജയിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. പാകിസ്ഥാൻ വലിയ ഫിയർ മോഡിലാണ്, പറഞ്ഞാൽ പാനിക് മോഡിലാണ്. പാനിക് ബട്ടണാണ് അവരമർത്തിയിരിക്കുന്നത്. നമ്മൾ ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞു. ഭീകരന്മാരെ പിടികൂടിയതോടുകൂടി നമ്മുടെ യുദ്ധം ജയിച്ചു. ലോകത്തിന് മുമ്പ് ഇതിൻ്റെ കുറ്റപത്രം നമ്മൾ സമർപ്പിക്കും. ഇനി അതാണ് നടക്കുക. യുദ്ധം നമ്മൾ ജയിച്ചു കഴിഞ്ഞു. അല്ലാതെ ഈ പരമ്പരാഗത യുദ്ധം നടത്തിയിട്ട് അത് മോഡിയുടെ പോളിസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു സാഹസം കാണിക്കാൻ മുതിർന്നാൽ അതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയുണ്ട്. ഇപ്പോൾ നോക്കൂ, എൻ്റെ കേരളത്തിലെ എനിക്കറിയില്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാം ട്രെയിനുകളിലെല്ലാം ധാരാളമായിട്ട് പോലീസുകാരുടെ അലർട്ടുണ്ട്. കാരണം ഈ സന്ദർഭത്തിൽ വീണ്ടും ഈ ഭീരുക്കളുടെ ബോംബും ഒക്കെ വെച്ചിട്ട് ഒരു ഭീരുക്കളുടെ ആയിട്ടുള്ള ഭീകരന്മാരെയൊക്കെ അയച്ചിട്ട് ആക്രമണം നടത്താൻ മുതിർന്നാൽ അതിന് തടയിടാൻ വേണ്ടുന്നുള്ള എല്ലാ നീക്കങ്ങളും വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം ജയിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോടുകൂടി തന്നെ അതിന് നല്ല വില തന്നെ പാകിസ്ഥാന് കൊടുക്കേണ്ടിയും വരും. ഇനിയുള്ള നാളുകളിൽ അത് കൂടുതൽ രൂക്ഷവും.